അബ്ദുള്ള, ഒരു ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമ എന്താ? ഒരു ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നതല്ല. എനിക്കിവിടെ എന്റെ കുഞ്ഞുണ്ട് കാണാൻ. നിങ്ങളാര്? അവന്റെ അച്ഛൻ. അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ എന്തോന്നാ? ജോലിയുടെ കുടുംബം നോക്കണം, അതാണ് ഒരു അച്ഛൻ. അയ്യോ, നീ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കത്രയ്ക്ക് പ്രേമമല്ലായിരുന്നു നിങ്ങളോട്. ഇപ്പൊ പ്രേമം ചത്തുപോയി. കല്യാണം കഴിഞ്ഞ പിന്നെ പ്രേമിക്കുന്നത് എന്തിനാ? രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ, അല്പം ബുദ്ധിയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും നിന്നെ കല്യാണം കഴിച്ചോളെന്നതിലേക്ക് എന്നെ ആരും ബുദ്ധിമാനെന്ന് വിളിക്കില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വിവാഹം അനാവശ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് അവന്റെ വിലയേറിയ സമയം അവൻ കേവലം പെണ്ണിന് വേണ്ടി നശിപ്പിക്കും. ജനങ്ങൾ എന്തോന്നായി ജനങ്ങളെന്ന് പറയുന്ന സാധനം? ആദ്യമേ സ്വന്തം വീടിനെയും കുടുംബത്തെ സ്നേഹിച്ചു പഠിക്കും, എന്നിട്ട് പുറത്തേക്കാം. അത് തന്നെയാ നിന്നോടും എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്തിനായി മഹിളാ സമാജം? അയ്യോ, ഇത് സാമൂഹ്യ പ്രവർത്തനമാണ്. ഗുരുദേവന്റെ ആദർശങ്ങൾ പ്രതി മഹിളകളെ സംഘടിപ്പിച്ചുള്ള പ്രവർത്തനം, അല്ലാതെ നിങ്ങളെ ഈ നേരുന്നറിയും കെട്ട രാഷ്ട്രീയമല്ല. എന്റെ ഭർത്താവായ നിങ്ങളുടെ ഭാഗ്യം ചേച്ചി, അത്രേ ഉള്ളൂ. ഞാൻ ഭാഗ്യവാനാ. നിന്റെ ഭർത്താവായതുകൊണ്ടല്ല, നിന്നെ കൊണ്ട് എന്റെ കുഞ്ഞിനെ പ്രസവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള എന്റെ ഭാഗ്യം. എന്താ പറഞ്ഞ? അവകാശത്തിന്മേലാ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിപ്പോ എന്റെ കുഞ്ഞിനെ കാണും. എന്നാലേ അവനിവിടെ ഇല്ല. അവനോടെ പോയി? അവനെ ഞാൻ അങ്ങ് അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു. കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചു. ദേഷ്യം പിടിക്കാൻ പറ്റും വേണ്ട, ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. ഒരു രാഷ്ട്രീയക്കാരൻ ജാഥയുടെ പിന്നീന്ന് മുദ്രാവാക്യം വിളിക്കലും വാൾ പോസ്റ്റ് ഒട്ടിക്കലല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം? പരിഹസിക്കണ്ടടി. ജാഥയുടെ പിന്നിൽ നിന്ന് ഒരു ദിവസം മുന്നിലെത്തുക. അതെപ്പോഴാ? ജാഥ തിരിഞ്ഞടക്കുമ്പോഴോ? ഒരു കാലത്ത് ഞാനും ഇവിടുത്തെ മന്ത്രി ആകില്ല എന്നൊന്നും നീ വിചാരിക്കണ്ട. അങ്ങനെ ഒരു അപകടം എന്റെ നാടിന് സംഭവിച്ചാൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. യശോദേ, നിന്റെ ചേട്ടൻ കെട്ടിയവളെ വെട്ടിക്കൊന്നവൻ. അതിന് ഞാനെന്ത് വേണം? ആളിയന്റെ പാരമ്പര്യം ഞാൻ നിലനിർത്തും. എന്താ പറഞ്ഞത്? അതിനുള്ള ധൈര്യം നോക്കട്ടോ. കൊല്ലടാ ഭാര്യ. ഞാൻ എന്നെ പേടിക്കണ്ട. ഇങ്ങനെയുള്ള ഭാര്യമാർ ജീവിച്ചിരിക്കരുത്. കൊല്ല്. ഞാൻ ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് ആരെയും കൊല്ലില്ല. ദേഷ്യവും വെറുപ്പും തന്നെ വേണം അതിന്. ഇപ്പോൾ നിനക്ക് ആവശ്യത്തിനുണ്ട്. പിടി. എന്റെ പെങ്ങളാണെങ്കിലും സ്ത്രീയാണ്. ഞാൻ ഇവിടെ കൊന്നാൽ പെങ്ങളെ കൊന്നെന്ന് പറയും, നീ കൊന്നാൽ ഭാര്യയെ കൊന്നെന്ന് പറയും. നോക്കി നിൽക്കാതെ കൊല്ലലാവളെ. കുത്തിയിലേക്കാ മാറിലേക്ക്. എനിക്ക് നല്ല പരിചയം. നീ തണുത്തു പോയടാ. ഇനി നിന്നെ കൊണ്ടാവില്ല. ഈ നിൽക്കുന്നത് ആരാണ്? ഇനി നിന്നോട് ആര് ചോദിച്ചത് ഈ നിൽക്കുന്നത് ആരാണ് നിന്റെ? എന്റെ ഭർത്താവ്. ഭർത്താവ്? എടി, ഞാൻ ജയിലിലായിരുന്നപ്പോൾ നീ നിന്റെ ഇഷ്ടത്തിന് നടത്തിയ വിവാഹമായത് അല്ലേ? അതെ. എല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ ചോദിച്ചിലൂടെ അച്ഛനെന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണടി, അമ്മ എന്ന് പറഞ്ഞാൽ എന്താണടി? അവന്റെ കാര്യം പിടിച്ച് മാറ്റി. എടി, നിന്നോടാണ് പറയുന്നത്. വേണ്ട അളിയ. അളിയ, അവളെ പിടിച്ചു. അല്ലാ, ഇതെന്താണ് നീ ചെരുപ്പിന് പോളിസ് ഇടുന്ന? ഇനി മേലാൽ ഇങ്ങനെ വല്ലതും ഞാൻ കണ്ടുപോയാൽ പോകുന്നു എന്നെ മുമ്പിൽ രണ്ടുപേരും. കൃഷ്ണ, ഈ മാധവൻ നമ്മളുടെ കടയിൽ വന്നു. ഈ വെളുത്തി തണുത്ത വെള്ളയപ്പം പോലെ ഇരുന്ന അവന്റെ മോന്ത. പിന്നെ അമ്മ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു. കുറച്ചു കാലത്തേക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എടാ അബ്ദുള്ള, എന്റെ മനസ്സിൽ ഒരു സ്വസ്ഥതയുമില്ലടാ. ആ വൈദ്യൻ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നീ ഒരു കാര്യം ചെയ്യും, കുറച്ചു നാളത്തേക്ക് ഈ കത്തി ഒന്നും ഞമ്മക്ക് താ. ഞമ്മക്ക് ഈ പറ്റുകാർ കുറച്ച് കായുണ്ട്, ഇതൊന്ന് കാണിച്ചാൽ കായൊക്കെ ഞമ്മളൊന്നും. എടാ, എന്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അത് നീ മനസ്സിലാക്കണം. താങ്ങുന്നേ കേറാ നിങ്ങള് അകത്ത് പറഞ്ഞു.
യശോദേ, യശോദേ, ഒരു മുസ്ലിം സ്ത്രീയാ പേറ്റുന്നു എടുത്ത് അപ്പുറത്ത് വന്നു. ഔട്ടെടുത്ത് കിടത്തി. നിങ്ങൾ വേഗം ചെന്ന് വൈകാരി വിളിച്ചോണ്ട് വന്നേ. വേണ്ട, പിടിച്ച് പുറത്താക്കവളെ. അവൾ ഭർത്താവിനെ വഞ്ചിച്ചവളായിരിക്കും. കൃഷ്ണ, നിന്റെ ഭ്രാന്ത് ഇപ്പൊ കാണിക്കരുത് കേട്ടാ. ഞാൻ മാധവ ഇത് പോയിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ വീട്ടുകാരത്തിന് ഇങ്ങോട്ട് പറഞ്ഞേക്കാം. എന്റെ പൊന്ന് കൃഷ്ണ, നീ ഒരു അക്ഷരവും ഉണ്ടൻ. നീ ആരാടാ എന്നോട് പറയാൻ? ആ കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. യശോദേ, മോളാത്തുവോ? ഞാൻ ജയിൽ വിട്ട് വരുന്നതിന് മുമ്പ് നീ പ്രസവിച്ചു പോയി. അല്ലെങ്കിൽ നിന്നെ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. വന്നാൽ ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനകത്ത് വരണ്ടേ? ചേട്ടൻ അങ്ങോട്ട് പോ. അയ്യോ ചേട്ടാ, എന്റെ ഉമ്മേ, ഞാൻ വന്നത് ഒരാളെ കാണാനാ. കരയാ. യശോദേ, 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 എടി, ആ ശബ്ദം എനിക്ക് കേൾക്കാൻ വയ്യ. അത് ഞാൻ നിർത്തും, അല്ലെങ്കിൽ അവളെ നിരത്തിലേക്ക് മരിച്ചെറി. എടി, എന്റെ ഭാര്യ ഒരു ദിവസം എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് കേൾക്കാൻ ആർത്തിയോട് കാത്തിരുന്നവരാണ് ഞാൻ. എന്നിട്ട് ചേട്ടാ, പല സ്ത്രീകളും പുരുഷന്മാരെ വഞ്ചിച്ചിട്ടുണ്ട്. പുരുഷന്മാർ സ്ത്രീകളെ വഞ്ചിക്കാറില്ലേ? ഈ പെണ്ണ് ആരുടെ കുഞ്ഞിനെ പ്രസവിക്കാനാണ് നൊമ്പരം കൊള്ളുന്നതെന്ന് ചേട്ടനറിയാമോ? പണ്ട് ചേട്ടന്റെ കൊച്ചുമുതലാളിയായിരുന്നല്ലോ ആലി ഹാജിയുടെ മോൻ മുസ്തഫ. അയാൾ കല്യാണം കഴിച്ചോളാന്നും പറഞ്ഞ് വഞ്ചിച്ചതാ ഇവിടെ. ഇന്ന് അയാളുടെ കല്യാണക്കാര്യം കേട്ടപ്പോൾ നിറഞ്ഞ വയറുമേ ഇറങ്ങി തിരിച്ചതാ. ചേട്ടൻ ചെല്ലാത്ത എന്ത് വേണമെങ്കിലും ചെയ്യേ. ഇനി അവള് മരിക്കുന്നതന്നെ നല്ലത്. അത് ചേട്ടന്റെ കൈയുണ്ടോ അതിനകത്ത്? ചെല്ലിയാട്ടാത്തോട്ട്. എന്റെ ഗുരുവായൂരപ്പ,